ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ചോക്ലേറ്റ് ഓറിയോ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം ഓറിയോ ബിസ്ക്കറ്റ് നന്നായി പൊടിച്ച് വെക്കുക. അതിനകത്തേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. എന്നിട്ട് ഈ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ യോജിപ്പിക്കണം. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. സോ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പാൽ ആഡ് ചെയ്തു. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തതല്ല, കുറച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ച പാലാണ്. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് മെൽറ്റഡ് ബട്ടറാണ്. അതും കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബട്ടർ പേപ്പർ എടുത്ത് നമ്മൾ ഏത് പാത്രമാണോ വീട്ടിലുള്ളത് ആ ഒരു പാത്രത്തിൽ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുക. ഇനി ഇൻ കേസ് നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് വെച്ചാലും മതി. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാറ്റർ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി അതിൻ്റെ സൈഡ്സിലൊക്കെ നന്നായിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ കുക്കായി കഴിഞ്ഞതിന് ശേഷം ഇത് സെപ്പറേറ്റ് ആയി വരുള്ളൂ. സോ ആ സമയത്ത് നമ്മളൊരു ഇഡ്ഡലി പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ഈ ബാറ്റർ വെക്കാതെ തന്നെ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടത്. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കി ഒന്ന് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കത്തിയോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കുത്തി നോക്കുക. അപ്പോൾ കത്തി റിലീസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കേക്ക് റെഡി ആയതിനാണ് അർത്ഥം. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയാണ് വരുന്നതെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ പാത്രത്തിന് ഒന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി എടുത്ത് പാത്രത്തിന് പുറത്തെടുത്ത് തണിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് സൈഡ്സൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് റെഡി ആയിട്ട് കിട്ടും. ചൂട് തണിയാതെയാണ് നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അടിഭാഗം അവിടെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അടിയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ ഡയറി മിൽക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വൈറ്റ് കോമ്പൗണ്ടോ ഡാർക്ക് കോമ്പൗണ്ടോ ചോക്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഡയറി മിൽക്കാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഡയറി മിൽക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലാക്കി കൊടുത്ത് നിങ്ങൾക്ക് ഏതാണോ നന്നായിട്ടുള്ള ഡിസൈൻ തോന്നുന്നത് ആ ഡിസൈൻ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ സ്പൂണ് വെച്ചിട്ടൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് പുറത്തെടുത്ത് നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നമ്മൾ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല, മുട്ടയും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് അതുകൊണ്ട് ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.